ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. പുഷ്പ 2വിൻ്റെ 4-ാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് സഹകരിക്കണം. ഇന്ന് 4-ാം ദിവസമാണ്. കേരളത്തിലെ കളക്ഷനിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. 1022ഓളം ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 1,00,000-ന് മുകളിലുള്ള ജനങ്ങളാണ് സിനിമ കണ്ടതായിട്ട് ഇപ്പോൾ ട്രാക്കേഴ്സ് മുഖാന്തരം പുറത്തു വരുന്നത്. അതിനകത്തിൽ തന്നെ 1,65,45,000 രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുന്നത്. അതായത് ഇന്നലത്തെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 35% മുകളിലുള്ള കളക്ഷൻ വർധനവാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏത് സിനിമയെ സംബന്ധിച്ചിടത്തോളം ആദ്യ ദിനം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഹൈലൈറ്റ് ചെയ്യുന്നതും അതിൻ്റെ ഒരു വിജയസാധ്യത കാണുന്നതും 4-ാം ദിവസം അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച. ഇന്നത്തെ കാലത്ത് വ്യാഴാഴ്ച ആണ് സിനിമകളെല്ലാം റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ഏറ്റവും ഉറ്റുനോക്കുന്ന സിനിമയാണ് ഇവിടെ പുഷ്പയ്ക്കും മികച്ച ഒരു ഞായറാഴ്ച തന്നെയാണ് കിട്ടാൻ കഴിഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ ഹെവി നെഗറ്റീവാണ് സിനിമയുടെ റിവ്യൂ വന്നതെങ്കിൽ കളക്ഷൻ വരുമ്പോൾ എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് കളക്ഷനാണ് സിനിമയ്ക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഇന്ന് ഇതേ നിമിഷം വരെ 1,65,00,000 രൂപ എന്ന് പറയുമ്പോൾ ഇന്നലത്തെ 1,22,75,000 വെച്ച് നോക്കുമ്പോൾ അന്തരം നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പ്രൊജക്റ്റഡ് ആയിട്ട് പറയുന്നത് 2,35,00,000 രൂപയാണ് ട്രാക്കേഴ്സ് മുഖാന്തരം പറയുന്നത്. അങ്ങനെ വരുവാണെങ്കിൽ 2,80,00,000 തൊട്ട് 3 കോടിക്ക് അടുത്തായിരിക്കും സിനിമയുടെ ഗ്രോസ് കളക്ഷനായിട്ട് വരാൻ പോകുന്നത്. ഇതിനോടകം 3 ദിവസം കൊണ്ട് സിനിമ 11 കോടിയാണ് കേരളത്തിൽ നിന്ന് നേടിയത്. ഇന്നത്തെ കളക്ഷനോട് കൂടി സിനിമ ഒരു പക്ഷേ 14 കോടിയിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇനി കേരളത്തിന് പുറത്തേക്ക് കടക്കുകയാണെങ്കിൽ നമുക്കറിയാം, തമിഴ്നാട്ടിലൊക്കെ ഇന്ന് തീ കളക്ഷൻ എന്ന് തന്നെ പറയാം. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എല്ലാ ദേശങ്ങളിലും അമ്മാതിരി കളക്ഷനാണ്. ഹിന്ദിയിൽ നമുക്ക് ഉച്ചവരെ കിട്ടിയത് അനുസരിച്ചിട്ട് 45 കോടിയാണ് സിനിമയ്ക്ക് ഒരു ഉച്ചയ്ക്ക് 3 മണി വരെ ലഭിച്ച കളക്ഷൻ. അതായത് ഇന്ന് സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 80 തൊട്ട് 95 കോടിക്ക് അടുത്തായിരിക്കും നോർത്ത് ഇന്ത്യൻ ബെൽറ്റിൽ നിന്ന് വരുന്നത്. അതൊരു സർവ്വകാല റെക്കോർഡാണ്. 3 ദിവസം കൊണ്ട് 2 കോടിക്ക് മുകളിലാണ് ഹിന്ദി ബെൽറ്റിൽ നിന്ന് സിനിമ നേടിയതെങ്കിൽ 4-ാം ദിവസം കൊണ്ടത് നമുക്ക് 300 കോടിക്ക് മുകളിലേക്ക് ഹിന്ദി ഏരിയയിൽ നിന്ന് മാത്രം. തമിഴ്നാട്ടിൽ നിന്ന് 3 ദിവസം കൊണ്ട് 30 ആണെങ്കിൽ ഇന്നത്തെ ദിവസം കൊണ്ട് 45 കോടിയിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. വേൾഡ് വൈഡായിട്ട് സിനിമ 620 കോടിക്ക് മുകളിലാണ് 3 ദിവസത്തെ കളക്ഷൻ. അതായത് 3-ാം ദിവസം 175 കോടിയാണ് സിനിമയുടെ കളക്ഷനായിട്ട് വന്നതെങ്കിൽ 4-ാം ദിവസം പ്രതീക്ഷിക്കുന്നത് 200 കോടി തൊട്ട് 250 കോടിക്ക് ഇടയിൽ എന്നുള്ളതാണ്. അതായത് എങ്ങനെ നോക്കിയാലും 820 കോടിയാണ് സിനിമയുടെ മിനിമം കളക്ഷനായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിന് മുകളിലേക്ക് തന്നെയായിരിക്കും. നമ്മുടെ പ്രഡിക്ഷൻ അനുസരിച്ചിട്ട് 847 കോടി അല്ലെങ്കിൽ 849 കോടി ആ റേഞ്ചിലായിരിക്കും സിനിമ നിൽക്കാൻ പോകുന്നത്. സർവ്വകാല റെക്കോർഡ് തന്നെയാണ്. ഒരു സിനിമ 800 കോടിക്ക് മുകളിലൊക്കെ 4 ദിവസം കൊണ്ട് എന്ന് പറയുമ്പോൾ അത് കണ്ണ് തള്ളുന്ന കളക്ഷൻ എന്ന് തന്നെ പറയാം. അതായത് ഇന്ത്യ മഹാരാജ്യത്ത് ഇന്നത്തെ ഏറ്റവും വലിയ സൂപ്പർ താരം ആരെന്ന് ചോദിച്ചാൽ വേറെ ആരുമല്ല, അത് അല്ലു അർജുൻ തന്നെയാണ്. തൊട്ടുതാഴെ പ്രഭാസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കില്ല. ബാക്കി എല്ലാ സൂപ്പർ താരങ്ങളും മെഗാ താരങ്ങളുമൊക്കെ അതിൻ്റെ പിന്നിലാണ് എന്നുള്ളതാണ്. നമുക്ക് കാത്തിരിക്കാം കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വരുന്നതിന്. നാളെ ഒഫീഷ്യൽ കളക്ഷനുമൊക്കെ ആയിട്ട് വരുന്നതിന്. ഫൈനൽ റിപ്പോർട്ടുകളുമായി നമ്മൾ നാളെ രാവിലെ വരുന്നുണ്ട്. കട്ടയ്ക്ക് സപ്പോർട്ട് ഉണ്ടാവണം, കൂടെ ഉണ്ടാവണം. നമ്മൾ ഉണ്ട്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തണം. ഗ്രേറ്റ് മീഡിയാസ്.